കിടക്കുന്നവരെ എല്ലാവർക്കും അറിയാലോ അല്ലേ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കംപ്ലൈന്റിലോട്ട് വരാം. ഇത് കഴിഞ്ഞ ദിവസം നമുക്കൊരു കോളോ വന്നാട്ടോ. ഇതിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിംഗ് എത്തി, പിന്നെ ഭയങ്കര ലോ പുള്ളിങ് കാണിച്ചു, അതായത് വണ്ടിക്ക് വലിവ് വന്നിട്ട് കുറഞ്ഞു. അപ്പൊ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഒരു കസ്റ്റമർക്ക് വണ്ടി കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇൻടേക്ക് എയർ ടു ലീക്ക് എന്ന് കാണിച്ചത്. അപ്പോൾ സാധാരണ അങ്ങനെ കംപ്ലൈന്റ് ഫോൾട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻടേക്ക് എയർ വലിക്കുന്നിടത്ത് എവിടെയെങ്കിലും ലീക്ക് വരുമ്പോഴാണ് ഈ ഒരു ഫോൾട്ട് കാണിക്കുന്നത്. അപ്പം മിക്കവാറും ടർബോന്റെ ഓസോ അല്ലെങ്കിൽ ഇന്റർകൂളറിന്റെ ഓസോ ഇന്റർകൂളർ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു വാണിംഗ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഓരോന്നിട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പം ഇതിനാണ് പണി കിട്ടിയത്. ഇതാണ് ഇന്റർകൂളർ. ഇതുണ്ടോ ഹോൾ വീണേക്കുന്നുണ്ടോ? ഇതെങ്ങനെയാണല്ലേ, ഫ്രണ്ട് റേഡിയേറ്റർ സപ്പോർട്ട് പാനൽ വരും. ആ പാനലിന്റെ അടിഭാഗം പൊട്ടിയിട്ട് ആ അടിയിലത്തെ പീസ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ എന്തോ അടിച്ചുകൊണ്ട് ഹോള് വീണേക്കുന്നു. അപ്പൊ ഇതുവഴി എയർ ലീക്ക് ആവുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വാണിംഗ് കാണിച്ചത്. അപ്പൊ നമ്മൾ ഇവനെ അങ്ങ് മാറിക്കളഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം ഇവനാണ് പണി കിട്ടിയത്. അപ്പൊ ഇവനെ മാറിക്കഴിഞ്ഞ് കംപ്ലൈന്റ് ഓക്കെ ഉണ്ട്. അപ്പൊ ഈ ബാക്കിൽ കിടക്കുന്ന ആള് പൊളി